നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളെ നാട്ടിൽ ഇതിന് എരുന്തെന്നിട്ട് പറയുക. ഇത് ഇന്നലെ എൻ്റെ ഇപ്പോൾ ഫ്രഷായിട്ട് കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ സെറ്റാക്കാമെന്ന് കരുതി. അപ്പോൾ എരുന്തൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചാണ്. ഇതിലേക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കട്ടാക്കിയാണ്. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി കട്ടാക്കിയത് അതും ചേർത്ത് അത് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ കട്ടാക്കി വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഈ എരുന്ത് നമ്മൾ റോസ്റ്റായിട്ടും മസാലക്കറി ആയിട്ടും തേങ്ങാക്കറി ആയിട്ടും എങ്ങനെ വെക്കട്ടോ. ഞങ്ങളിവിടെ ഇതിന് തോട്ടാറൊക്കെയെന്നിട്ട് പറയല്. ഈ മസാലക്കറി വെക്കണതിന് നിങ്ങളവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഈ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തണേ. ചെറിയ എരുന്തായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മസാലക്കറി വെക്കണത്. ചെറിയ എരുന്താണ് മസാലക്കറി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവല്. നമ്മൾ ഈ എരുന്ത് റോസ്റ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇറച്ചി എടുത്തിട്ടാട്ടോ റോസ്റ്റ് ആക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം ഞാൻ പാകത്തിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താണ്. ഇനി അതൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവ് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കറി ഉണ്ടല്ലോ നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ എരുന്ത് കറി എന്ന് കേട്ടാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ ഈ മുളക് പൊടിൻ്റെ പച്ചമുളകൊക്കെ പോയതിന് ശേഷം നമുക്കൊരു 3 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലക്കറി ആയതുകൊണ്ട് തന്നെ മസാലപ്പൊടി നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ രീതി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും പല രീതിയിലാവട്ടെ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 തക്കാളി കട്ടാക്കിയത് അതും ചേർത്ത് കൊടുത്തണം. ഇനി ഈ തക്കാളി സോഫ്റ്റ് ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതേ സമയം ഇതിലേക്ക് എരുന്ത് ചേർത്ത് കൊടുക്കാം. ഈ എരുന്ത് ഒരു 5 മിനിറ്റ് നല്ല വേകണ സമയത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ എരുന്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ എരുന്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നല്ലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ഇറച്ചി അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, എരുന്തല്ലേ. അപ്പോൾ ഗ്രേവി ഒരു വെള്ളം പോലെ ആയിരിക്കും കേട്ടോ. ലൂസ് പരുവത്തിലാവും ഇതിൻ്റെ ഗ്രേവി ഉണ്ടാവില്ല. അത് നല്ല ടേസ്റ്റ് വയ്ക്കാറ് കേട്ടോ. അതിൻ്റെ എരുന്തിൻ്റെ എല്ലാ ഫ്ലേവറും ആ കറിയിലുണ്ടാവും. അപ്പോൾ അതും മതി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ. എത്ര ചോറ് വേണമെങ്കിലും കഴിക്കട്ടെ, അത്ര ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി കരിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് ഇതൊന്നൊരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ഈ മൂടി വെക്കുന്ന സമയത്ത് ഈ എരുന്തൊക്കെ നല്ല എല്ലാ എരുന്തും നല്ല ഓപ്പണായി കിട്ടിയിട്ടുണ്ടാവും കണ്ട. ഈ നല്ല ഓപ്പണായി വരുന്ന ഈ സമയത്ത് ഞാനൊരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചേർക്കാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എരുന്തൊന്നും ഓപ്പണായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മസാല ഒക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ എരുന്ത് ഓപ്പണായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ലുക്കില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്.